നമസ്കാരം. സാക്ഷി ടി വി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചടയമംഗലം മാടന്നട കലയം റോഡിൽ മാടന്നടയിൽ പൈപ്പ് ലൈൻ പൊട്ടി ഒരു മാസത്തോളം കാലമായി വെള്ളം റോഡ് വഴി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വേട്ടാച്ചിറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് ലൈനാണ് ഇങ്ങനെ പൊട്ടി റോഡ് വഴി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജലക്ഷാമം രൂക്ഷതയുള്ള ഈ പ്രദേശം ഈ പൈപ്പ് പൊട്ടി ഒഴുകുന്നത് കാരണം ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ജഡായി ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ മേഖല വിനോദസഞ്ചാരികൾ ധാരാളം കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് ഈ മാടന്നട ചടയമംഗലം കലയം റോഡ്. നാട്ടുകാരിൽ നിന്നും ചിലരോട് ഈ വിവരങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചറിയാം. വളരെ വേദനയുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ പറയുന്നത്. ഏതാണ്ട് ഒരു മാസക്കാലമായി വേട്ടാഞ്ചിറ പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ ഇവിടുന്ന് പൊട്ടി വളരെ ശക്തിയായ രീതിയിലാണ് വെള്ളം റോഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടിയ വേനൽ സമയത്ത് കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന ഇത്തരം നടപടികൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് നമ്മൾ പല സമയങ്ങളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ഇത് പൊട്ടിക്കിടന്നു. അന്ന് ഇവർ പറഞ്ഞത് PWDക്കാരുടെ റോഡാണ്, അവരെ അനുമതി ഇല്ലാതെ ഇത് ഒന്നും നന്നാക്കാൻ കഴിയില്ല. അതിപ്പോൾ നാട്ടുകാരായ ഇവിടുത്തെ ഈ ആവശ്യക്കാരെ ഇറങ്ങി PWD അനുവാദം മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ബന്ധപ്പെട്ട അധികൃതർ അവരുമായി ബന്ധപ്പെടുകയും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അതുവഴി ഇതിനൊരു പരിഹാരം കാണണമെന്നും ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ സാക്ഷി ടി വിയുമായിട്ട് ഇത് ബന്ധപ്പെടുകയും ഇതിൻ്റെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടായിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ പൊട്ടി നല്ല ശക്തിയോടുകൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഈ റോഡെന്ന് പറയുന്നത് ജഡായി ടൂറിസവുമായി ബന്ധപ്പെട്ടും ശിവഗിരി തീർത്ഥാടകരും ഒക്കെ ശരിക്കും ഇതിലേ പോകുന്ന ഒരു റോഡ് കൂടിയാണ്. ഈ പോകുന്ന ആൾക്കാർ ഇവിടെ നല്ല തണലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതും മറ്റ് ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ. ഈ പ്രദേശത്ത് ഈ സ്ഥലം നോക്കി നല്ല തണലുള്ള സ്ഥലം നോക്കിയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്ന ആളുകൾ ഇടുകയും കുറേ വേസ്റ്റുകൾ സ്ഥിരമായി ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്തതാണ്. തെരുവ് നായ്ക്കളുടെ ശല്യവും ഇതെല്ലാം വളരെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഈ സ്ഥിതിയിൽ തുടരുകയാണെങ്കിൽ വരുന്ന വാഹനങ്ങൾ ഈ റോഡിൽ താഴാനും അതുവഴി താഴേക്ക് മറിയാനുമുള്ള വലിയ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണുമെന്നാണ് നമ്മളുടെ അഭ്യർത്ഥന. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത് ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർഡ് മെമ്പർമാരെയും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലികളെടുത്ത് നടത്തുന്നവർ കരാർ അടിസ്ഥാനത്തിൽ ജോലി നടത്തുന്നവരൊക്കെ നമ്മൾ അറിയിച്ചതാണ്. അവരൊക്കെ പിന്നെ പരിഗണിക്കാൻ നോക്കാം എന്നുള്ള പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, വെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലെ വളരെ ശക്തമായിട്ടാണ് വെള്ളം ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ ചോർച്ച ഒഴിവാക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികളോടും ജനപ്രതിനിധികളോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. വേനൽക്കാലമാണ്. ജലം ആവശ്യമായ ഉപഭോക്താക്കൾക്ക് ജലമെത്തിക്കുന്നതിന് വേണ്ടി ഉള്ള സഹായങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ വൈകരുത് എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്.